ബെഥസ്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിനി പ്രകാശ്. പ്രധാന വാർത്തകൾ. പുതുവർഷത്തെ വരവേൽക്കാൻ ഉപവാസത്തോടെ ബെഥസ്ദ. മഴക്കെടുതിയ ദൈവപ്രവൃത്തിയാക്കുന്ന യഹോവയായ ദൈവം. തിരവിഴങ്ങിയ ജീവന് തുണയായി ബെഥസ്ദ യുവാക്കൾ. അവധിക്കാലം അടിപൊളിയാക്കി ബെഥസ്ദ കിഡ്സ്. മന്ദമരുതിയെ നടുക്കി വാഹന അപകടം. വാർത്തകൾ വിശദമായി. പുതുവർഷത്തെ വരവേൽക്കാൻ ഉപവാസത്തോടെ ബെഥസ്ദ. സംഭവബഹുലമായ ഒരു വർഷം പിന്നിടുകയാണ്. ലോകമെങ്ങും ഭീതി വിതച്ച് പുതിയ പകർച്ചവ്യാധികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, ഭീകരവാദങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ. അതിന്റെ മധ്യത്തിൽ ദൈവജനത്തെ പരിപാലിച്ച ദൈവകൃപയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ബെഥസ്ദ മിനിസ്ട്രിയുടെ ഷാർജ, കരിങ്കല്ലിമുഴി, വാകത്താനം എന്നീ സഭകൾ ഡിസംബർ മാസം 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഉപവാസ യോഗങ്ങൾ നടത്തിവരുന്നു. രാവിലെ 10:30 മുതൽ 1:30 വരെ സഭകളിൽ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥന സഭാ ശുശ്രൂഷകന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ആത്മതപനത്തിന്റെയും ആത്മീയ മാന്യയുടെയും 7 ദിനങ്ങൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവജനത്തിന് വലിയ അനുഗ്രഹവും മാനസിക സന്തോഷവുമാണ് നൽകുന്നത്. 31-ാം തീയതി രാത്രിയിലുള്ള പുതുവത്സര ശുശ്രൂഷകളോടെയാണ് ഈ പ്രാർത്ഥന അവസാനിക്കുന്നത്. അന്ന് കർത്താവിന്റെ ദാസത്വത്തിന്റെ പ്രതിദാനം ചെയ്യുന്ന കാൽകഴുകൽ ശുശ്രൂഷയും തിരുമേശ ശുശ്രൂഷയും നടത്തപ്പെടുന്നതാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനതയോട് ചേർന്ന് ബെഥസ്ദ ജനത്തിനും 2026-നെ വരവേൽക്കാൻ ദൈവം കൃപ നൽകട്ടെ. മഴക്കെടുതിയെ ദൈവപ്രവൃത്തിയാക്കിയ യഹോവയായ ദൈവം. 2022-23 കാലഘട്ടം നാടാകെ പ്രളയക്കെടുതികൾ കൊണ്ട് നാട്ടുകാരും ബുദ്ധിമുട്ട് അനുഭവിച്ച ദിനങ്ങളാണ്. ബെഥസ്ദ ലൈറ്റ് ഹൗസ് ബിൽഡിംഗിന്റെ മുൻവശത്തുണ്ടായിരുന്ന മതിൽക്കെട്ടിന്റെ ഒരു ഭാഗം ഒരു രാത്രി മഴവെള്ള പാച്ചിലിൽ ഇടിഞ്ഞു വീണു. വലിയ സാമ്പത്തികം മുടക്കി പണിത പണി ഇടിഞ്ഞു പോയതിൽ ദൈവദാസന് അല്പം മാനസിക ഭാരം ഉണ്ടായെങ്കിലും ആ ഇടിഞ്ഞു കിടന്ന കല്ലുകൾക്കിടയിലൂടെ ദൈവം ഇങ്ങനെ ഒരു ഹാളിന്റെ ക്രമീകരണത്തിനായി ദൈവദാസന് ബുദ്ധി നൽകി. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹാൾ പണിയുവാൻ, അതിലേക്ക് സഭാരാധന 2025 സെപ്റ്റംബർ 21-ന് പ്രാർത്ഥിച്ച് കയറുവാനും സർവശക്തനായ ദൈവം കൃപ നൽകി. നമ്മുടെ നഷ്ടങ്ങളെ ലാഭങ്ങളാക്കുന്ന ഒരു ദൈവം ഇന്നും നമ്മെ നടത്തുന്നതോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇനി ഒരു ഇടവേള. ആയാലും എഡിറ്റിംഗിനും ഷൂട്ടിങ്ങിനും ഉടൻ വിളിക്കുക സിസ്റ്റർ ഫാത്തിമ അനീഷ്. ലൈവ് ടെലികാസ്റ്റിന് പ്രത്യേക പാക്കേജുകൾ. For more details, please contact 9895657505. And also, please subscribe to the YouTube channel Pastor Anish Putpalli. വാർത്തകൾ തുടരുന്നു. തിരവിഴങ്ങിയ ജീവന് തുണയായി ബെഥസ്ദ. 2025 ജനുവരി 4-ന് ബെഥസ്ദ വാകത്താനം ദേവസഭയുടെ നേതൃത്വത്തിൽ സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക് ഒരു വിനോദയാത്ര നടത്തി. പ്രായഭേദമന്യേ ഇരു സഭകളുടെയും വിശ്വാസി കുടുംബങ്ങൾ ആ യാത്രയിൽ പങ്കാളികളായി. കായലിന്റെ നടുവിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചും കായലിലെ വെള്ളത്തിൽ ഇറങ്ങിയും അവിടുത്തെ പ്രാദേശിക വിഭവങ്ങൾ ആസ്വദിച്ചും വളരെ സന്തോഷകരമായ ചില സമയങ്ങൾ അവിടെ ചിലവഴിച്ചു. ബോട്ടിൽ കയറി പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാനും ജനം മറന്നില്ല. അതിനുശേഷം കൊല്ലം ബീച്ചിലേക്ക് പോയി. ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നിന്നവരുടെ ഇടയിലേക്ക് ആർത്തലച്ച് വന്ന തിരമാല കുറച്ചുപേരെ കടലിലേക്ക് വലിച്ചിട്ടു. അല്പസമയം സ്തംഭിച്ചു നിന്നെങ്കിലും സംയമനം വീണ്ടെടുത്ത ബെഥസ്ദയിലെ യുവാക്കൾ സാഹസികമായി മുങ്ങിപ്പോയ സഹോദരിമാരെ ജീവൻ പണയം വെച്ച് തിരികെ എത്തിച്ചു. ഉപ്പുവെള്ളം കുടിച്ച് വയലത്ത് നിറഞ്ഞ ചിലരൊക്കെ തിരികെയുള്ള മടക്കയാത്രയിൽ പൂർണ്ണമായും മൗനമായിരുന്നു. ഏകദേശം ഒരാഴ്ചയോളം അവർ മൗനമായിരുന്നാണ് വീടുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ബ്രദർ അനിൽ, ബ്രദർ രാജീവ്, പാസ്റ്റർ അനീഷ് എന്നിവരുടെ പേര് തന്നണ്ടത്തെ രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പദ്ധതിയുടെ പരിഗണിക്കാത്തതിൽ ബെഥസ്ദ പ്രതിഷേധം ഗവൺമെന്റിനെ അറിയിക്കുകയുണ്ടായി. തുടർന്ന് ഗാർഡുമായിട്ടുള്ള സംഘടനത്തിൽ വളരെ പണിപ്പെട്ടാണ് നമ്മുടെ യുവാക്കളെ അവിടെ നിന്നും പിന്തിരിക്കാനായത്. വീണ്ടും ഒരു ഇടവേള. എല്ലാവിധമായ സ്റ്റേഷനറി ഐറ്റംസിനും സമീപിക്കുക മാവുകൾ സ്റ്റോഴ്സ് ഇടമാണ്. നിങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ എണ്ണ പലഹാരങ്ങൾ ആവശ്യമുണ്ടോ? അതോ കാപ്പിയാണോ ഊണാണോ ആവശ്യം? അതല്ല പായസം വേണോ? ഏതാണെങ്കിലും എല്ലാം ഒരു കൈക്കീഴിൽ സമീപിക്കുക സിസ്റ്റർ ബിന്ദു ഇടമൺ. ഫോൺ 6238369428 6238369428. അവധിക്കാലം അടിപൊളിയാക്കി ബെഥസ്ദ കിഡ്സ്. 2025 ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ബെഥസ്ദ ദേവസഭ വാകത്താനത്തിന്റെ നേതൃത്വത്തിൽ XLVPS നടത്തി. 5 ദിവസക്കാലം കുഞ്ഞുങ്ങൾക്ക് ആഘോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. ഏകദേശം 75ഓളം കുട്ടികൾ ആ VPSൽ പങ്കെടുത്തു. സമാജത്തിന്റെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു.
ചായയും കടിയും ജ്യൂസും സ്നാക്കും ഒക്കെയായി എല്ലാവരും അതിൽ ഭാഗവാക്കായി. അവസാന ദിവസം നടന്ന റാലിയിൽ മുക്കടം മുതൽ വാകത്താനം വരെ കാൽനടയായി പിഞ്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മുദ്രാവാക്യം വിളിച്ചും പാട്ടുകൾ പാടി റാലിയിൽ ഉത്സാഹത്തോടെ പങ്കെടുത്തു. മുക്കടം ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കുട്ടികളും സ്ത്രീകളും പാട്ടുകളും ആക്ഷൻ സോണുകളും ഒക്കെ അവതരിപ്പിച്ചു. മദ്യപാനത്തിനെതിരെയുള്ള സ്കിറ്റിൽ ചുട്ടുകൂടി നിന്നവരുടെ പ്രശംസ പ്രത്യേകം പിടിച്ചുപറ്റി. അതിൽ മദ്യപനായി അഭിനയിച്ച ജോഹാൻ എം അനീഷ് കഴിഞ്ഞ വർഷത്തെ ഭാവനടനുള്ള പുരസ്കാരം ലഭിക്കേണ്ടതായി മുക്കട പൗരാവലി റെക്കമെൻഡ് ചെയ്തെങ്കിലും ആകസ്മികമായ ചില കാരണങ്ങളാൽ അതിന്റെ നോമിനേഷൻ കൊടുക്കുവാൻ സാധിച്ചില്ല. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകൾ തുടരും. ഏത് ഒക്കേഷനിലും ശുദ്ധമായ സംഗീതമാണോ നിങ്ങൾക്ക് ആവശ്യം? അതോ ഒരു ഗാനമേള നടത്താനോ? ഒരു വിടുപ്പുറത്ത് നമ്മുടെ സ്വന്തം ബിൻസിമോൾ. For more details, please contact 9961504196. വീണ്ടും വാർത്തകളിലേക്ക്. മന്ദമരുതിയെ നടക്കി പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ വാഹനാപകടം. 2025 അല്പം തെറ്റിപ്പോതിൽ ഖേദിക്കുന്നു. 2025 ജൂൺ 28 റോഡരികിലെ കടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് റോഡിന്റെ സൈഡിൽ നിന്ന മധ്യവയസ്കനെ റോങ് സൈഡിൽ പാഞ്ഞു വന്ന ബൈക്കിടിച്ച് ഗുരുതര പരിക്ക്. ബെതസ്ത വാകത്താനം സഭയിലെ വിശ്വാസിയായ ബാബു തോമിക്കണ്ടതാണ് അപകടത്തിൽപ്പെട്ടത്. വളരെ പെട്ടെന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദർ ജോബിയുടെ സമയോചിത ഇടപെടൽ മൂലം ആശുപത്രിയിൽ പെട്ടെന്ന് കൊണ്ടുപോവുകയും വേണ്ടതായ ട്രീറ്റ്മെന്റുകൾ നൽകുകയും ചെയ്തു. സഭാദിനത്തിന് നിരന്തരമായ പ്രാർത്ഥനയും തന്റെ വേഗത്തിലുള്ള റിക്കവറിക്ക് കാരണമായി. വീണ്ടും ഒരു ഇടവേള. ആഘോഷവേളകളെ ആനന്ദകരമാക്കൂ. നിങ്ങളുടെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ബർത്ത്ഡേ, ആനിവേഴ്സറി തുടങ്ങി ഏത് ഒക്കേഷനും ചേർന്ന ഗിഫ്റ്റുകൾ അത് മിതമായ വിലയിൽ സമീപിക്കൂ. ക്യൂട്ട് മെലോ ക്രാഫ്റ്റ്സ്, ബാംഗ്ലൂർ. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. പ്ലീസ് കോണ്ടാക്ട് 8111396025. നമ്പർ ഒരിക്കൽ കൂടി 8111396325. സുവിശേഷത്തിൽ മുന്നേറാൻ ബെതസ്ത ലേഡീസ് കോൺഫറൻസ്. 2025 ഡിസംബർ 13 ബെതസ്ത വാകസ്ഥാനം ലേഡീസ് പ്രയർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വൺ ഡേ കോൺഫറൻസ് വാകത്താനം ബെതസ്ത നഗറിലുള്ള ബെതസ്ത ലൈറ്റ് ഹൗസ് ബിൽഡിംഗിൽ വെച്ച് നടത്തപ്പെട്ടു. സിസ്റ്റർ സൂസൻ കോശി റാന്നി തന്റെ ജീവിതാനുഭവങ്ങളും വചന പ്രഘോഷണങ്ങളും നടത്തി. ബെതസ്ത കരികൽമൊഴി സഭയിൽ നിന്നും പുറത്തു നിന്നുമായി ധാരാളം സഹോദരിമാർ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. സഭാ പ്രസിഡന്റ് പാസ്റ്റർ പ്രകാശ് ഉമ്മൻ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 8-ാം വാക്യം ആധാരമായി അവൾ ചെയ്തത് ഭൂലോകം മുഴുവൻ തുറക്കുകയും പ്രസ്താവിക്കുമെന്നുള്ള വാക്യത്തോടുകൂടി തന്റെ പ്രാരംഭ പ്രസംഗത്തിൽ സഹോദരിമാരെ തന്നെ ഉദ്ബോധിപ്പിക്കുവാൻ ഇടയായി. ഇനി ചില ദേശീയ അന്തർദേശീയ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. എത്ര ഉയരത്തിലുള്ള മരവും നിമിഷം നേരം കൊണ്ട് താഴെയുള്ളൂ. തടിപ്പണിയിൽ വർഷങ്ങളുടെ മികവുള്ള നമ്മുടെ സ്വന്തം ഷിജു. For more details, please contact at 9562656704. ഇനി ചില ദേശീയ വാർത്തകളിലേക്ക്. മതപരിവർത്തന കേസുകൾ സുപ്രീം കോടതി റദ്ദ് ചെയ്തു. യുപിയിലെ മതപരിവർത്തനം ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത 5 കേസുകൾ സുപ്രീം കോടതി റദ്ദ് ചെയ്തു. ന്യൂഡൽഹി. ഉത്തർപ്രദേശിൽ ഹിന്ദുക്കളെ വ്യാപകമായി ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കി സുപ്രീം കോടതി. ക്രിമിനൽ നിയമങ്ങൾ നിഷ്കളങ്കരെ ഉപദ്രവിക്കാനുള്ള ആയുധങ്ങളാക്കരുതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ദേവി പതിവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. ഉത്തർപ്രദേശിൽ 2021 നടപ്പിലാക്കിയ നിയമവിരുദ്ധ മതപരിവർത്തനം തടയൽ നിയമപ്രകാരമുള്ള കേസുകളാണ് റദ്ദാക്കിയത്. ഇനി വീണ്ടും ഒരു ഇടവേള. നിങ്ങളുടെ വാർദ്ധക്യ കാലത്തെ പറ്റിയുള്ള ആകുലതകൾ നിങ്ങളെ അലട്ടുന്നു. മക്കൾ വിദേശത്താണ്, അതും ജോലിക്കാരെ കിട്ടാത്തതാണ് നിങ്ങളുടെ വിഷയം. എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി നമ്മുടെ സമീപ പ്രദേശത്ത് തന്നെ ഉടൻ ആരംഭിക്കുന്നു ബെതസ്ത ലൈറ്റ് ഹൗസ് സീനിയർ സിറ്റിസൺ കെയർ. For more details 9605013000. ആശങ്ക വേണ്ട, ഞങ്ങൾ കൂടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പ്രധാന വാർത്തകൾ. പുതുവർഷത്തെ വരവേൽക്കാൻ ഉപവാസത്തോടെ ബെതസ്ത. മഴക്കെടുതിയ ദൈവപ്രവൃത്തിയാക്കുന്ന യഹോവയായ ദൈവം. അവധിക്കാലം അടിപൊളിയാക്കി ബെതസ്ത കിഡ്സ്. സുവിശേഷത്തിൽ മുന്നേറാൻ ബെതസ്ത ലേഡീസ് കോൺഫറൻസ്. തിരവിഴകിയ ജീവിതത്തിലൂടെയായി ബെതസ്ത യുവാക്കൾ. മന്ദമരുതിയെ നടുക്കി വാഹന അപകടം. ഇവിടെ ഈ വാർത്തകൾ സമാപിക്കുന്നു. വാർത്തകളുടെ അവസാനത്തിൽ വീണ്ടും നമുക്ക് കാണാനുള്ള പ്രത്യാശയോടെ പ്രേസ്.